Hi students, welcome to the lecture. Today we will be dealing with the Panchayat Raj Institutions Part 2. We had already completed the Part 1. So without much delay, let's move on to the topic. Salient features of the new Panchayat Raj system. The following are the salient features of the Panchayat Raj system emphasized in the 73rd Amendment of the Constitution. 73rd Amendment Act നമ്മൾ മുൻപത്തെ ആ ഒരു ലെക്ചറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ താഴെ പറയുന്ന ഫീച്ചേഴ്സ് കാണിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രാമസഭയാണ്. ഒരു പെർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു വില്ലേജിലെ ഇലക്ട്രൽ കപ്പാസിറ്റി അറ്റൈൻ ചെയ്തിരിക്കുന്ന അഡൽട്ട് ആയിട്ടുള്ള സിറ്റിസൺസ് ജോയിൻ ചെയ്യുന്നതാണ് ഗ്രാമസഭ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും ലോവർ ടയർ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ ഗ്രാമസഭ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പഞ്ചായത്ത്. എല്ലാ സ്റ്റേറ്റിലും വില്ലേജ്, ബ്ലോക്ക്, ഡിസ്ട്രിക്ട് ലെവൽ പഞ്ചായത്ത്സ് ഉണ്ടായിരിക്കും. അതിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റേറ്റ്സിന് അവരുടെ പോപ്പുലേഷൻ, അതായത് 20 ലക്ഷത്തിനേക്കാൾ കൂടുതൽ എക്സീഡ് ചെയ്യുന്നില്ലാത്ത പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ്സിൽ ദേ ഹാഡ് ഗീവൻ ആൻ ഓപ്ഷൻ നോട്ട് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദ പഞ്ചായത്ത് അറ്റ് ബ്ലോക്ക് ലെവൽ. ബ്ലോക്ക് ലെവലിൽ അവർക്ക് പഞ്ചായത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട. ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ് 20 ലക്ഷത്തിനേക്കാളും താഴെ എന്താ ഉള്ളത്, പോപ്പുലേഷൻ ഉള്ളത്, അവർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യണ്ട. ദെൻ third one is the composition of panchayat. All the seats in a panchayat shall be filled by the person chosen direct election. അതായത് ഡയറക്ട്ലി പീപ്പിൾ എലക്ട് ചെയ്യുന്നവരാണ് പഞ്ചായത്തിലെ സീറ്റ്സ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പർപ്പസിന് ഓരോ പഞ്ചായത്തും കുറേ ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ പഞ്ചായത്തിലെ ചെയർപേഴ്സൺ ആയിരിക്കും ഷാൽ ബി ഇലക്റ്റഡ് ബൈ ദ ഇലക്റ്റഡ് മെമ്പേഴ്സ് കൺസേൺഡ്. ആ ഒരു ചെയർപേഴ്സണ്, പഞ്ചായത്തിലെ ചെയർപേഴ്സണെയാണ് ജനങ്ങൾ ഡയറക്റ്റായിട്ട് എലക്ട് ചെയ്തിരിക്കുന്ന വ്യക്തികൾ എലക്ട് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഫോർത്ത് ഫീച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് റിസർവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്തിലും ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബ്സിനും വുമനും വേണ്ടിയിട്ട് സീറ്റ്സ് റിസർവ്ഡ് ആണ്. ആൻഡ് ഈ റിസർവേഷൻ ഈസ് ആപ്ലിക്കബിൾ ടു ദ ഓഫീസ് ഓഫ് ചെയർപേഴ്സൺസ്. ഈ ചെയർപേഴ്സൺസിൻ്റെ ഓഫീസിലോട്ടേക്കും ഈ ഒരു റിസർവേഷൻ ആപ്ലിക്കബിൾ ആണ്. ഇനി പഞ്ചായത്തിൻ്റെ ഡ്യൂറേഷൻ, എല്ലാ പഞ്ചായത്തിനും 5 വർഷ ഡ്യൂറേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രം ദ ഫസ്റ്റ് മീറ്റിംഗ്, അവരുടെ ഫസ്റ്റ് മീറ്റിംഗ് തൊട്ട് 5 വർഷത്തെ ഡ്യൂറേഷനാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. ആൻഡ് പവർ, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. പഞ്ചായത്തിൻ്റെ പവറും അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റും സോഷ്യൽ ജസ്റ്റിസും ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് എന്തിനൊക്കെ വേണ്ടിയിട്ട്? ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ്. മോർ ഓവർ ഇറ്റ് ഹാസ് ടു ഇംപ്ലിമെൻറ്റ് സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ടും 11th ഷെഡ്യൂളിലുള്ള ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബേസ് ചെയ്തിട്ട് അവർക്ക് സ്കീംസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു അധികാരവും കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ നെക്സ്റ്റ് ഫീച്ചർ ഫിനാൻസ് കമ്മീഷൻ. ഇനി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് പഞ്ചായത്ത്സ് മനസ്സിലാക്കുന്നതിന് ആവശ്യമായിട്ട് ഫിനാൻസ് കമ്മീഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഗവർണറിൻ്റെ റെക്കമെൻഡേഷൻസും ഈ ഫിനാൻസ് കമ്മീഷൻ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ ഹി മേ റെഫർ ഇറ്റ് ടു ദ ലെജിസ്ലേച്ചർ ഓഫ് ദ സ്റ്റേറ്റ് കൺസേൺ ടു ടേക്ക് ഫർദർ ആക്ഷൻസ്. അതായത് ഫിനാൻസ് കമ്മീഷൻ പഞ്ചായത്തിൻ്റെ സിറ്റുവേഷൻസ് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഗവർണറിന് റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നു. ഗവർണർ അത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ മുമ്പിൽ വെക്കുന്നു. ആൻഡ് സോ കോൾഡ് ഡിസിഷൻസ് അവിടെ നിന്ന് എടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നതിന് പഞ്ചായത്തിൻ്റെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അത് ഓഡിറ്റ് ചെയ്യുന്നതിനുമുള്ള അധികാരമുണ്ട്. ആർക്കാണുള്ളത്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനാണ് ഈ ഒരു അധികാരം ഉള്ളത്. ഇനി വരുന്നത് പഞ്ചായത്തിലോട്ടേക്കുള്ള എലക്ഷൻ. ദെൻ സൂപ്പർവിഷൻ, ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ, പ്രിപ്പറേഷൻ ഓഫ് ഇലക്ട്രൽ റോൾസ്, വോട്ടർ പട്ടികയൊക്കെ സെറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ആണ്, അവർക്കാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് അധികാരമുള്ളത്. ഓഫ് ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിൻറ്റഡ് ബൈ ദ ഗവർണർ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ഗവർണറാണ്. സോ ഈ ഇലക്ഷൻ പ്രോസസ്സിനെല്ലാം അധികാരമുള്ളത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കും. ദെൻ നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്. ദെൻ ഇറ്റ്സ് ഓൾസോ ബേസ്ഡ് ഓൺ 1992 പഞ്ചായത്ത് രാജ് സിസ്റ്റം. ഇനി പുതിയ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് 3 ടയർ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണ് ഉള്ളത്. വില്ലേജ് ലെവലിലും ബ്ലോക്ക് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും. ഇനി ഇതിൽ പ്രൈമറി യൂണിറ്റ് ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റമാണ് ഗ്രാമസഭ എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രൈമറി യൂണിറ്റ് ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റമാണ് ഗ്രാമസഭ. ദെൻ
ആൻഡ് ഗ്രാമപഞ്ചായത്ത്, ഗ്രാമസഭയും ഗ്രാമപഞ്ചായത്ത്. അതിനുശേഷം ബ്ലോക്ക് ലെവലിൽ വരുന്നതാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തും അല്ലെങ്കിൽ പഞ്ചായത്ത് സമിതി എന്ന് അറിയപ്പെടുന്നത്. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് അല്ലെങ്കിൽ ജില്ലാ പരിഷത്താണ് ഡിസ്ട്രിക്ട് ലെവൽ സിസ്റ്റം. ഇനി നമ്മളിതിൽ ഓരോന്നും വളരെ വ്യക്തമായിട്ട് പഠിക്കുകയാണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഗ്രാമസഭ, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത്. ഗ്രാമസഭ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ വില്ലേജിലുള്ള ലോക്കൽ സിറ്റിസൺസ് എല്ലാം കൂടി ജോയിൻ ചെയ്യുന്നതാണ് ഗ്രാമസഭ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു വർഷത്തിൽ 2 തവണയെങ്കിലും ഗ്രാമസഭ മീറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഗ്രാമസഭ എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വാച്ച് ഡോഗ് പോലെയാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. ഗ്രാമസഭയും ഗ്രാമപഞ്ചായത്തും ഡിഫറെൻ്റ് ആണ്. ഇതിൽ ഗ്രാമസഭ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ വില്ലേജിലെ സിറ്റിസൺസ് എല്ലാം കൂടി ഫോം ചെയ്തിരിക്കുന്ന ഒരു ജനറൽ ബോഡിയാണ്. ഇവർ വർഷത്തിൽ 2 തവണ മീറ്റ് ചെയ്യും ആൻഡ് ദേ ആക്ട് ആസ് എ വാച്ച് ഡോഗ് ഫോർ ഗ്രാമപഞ്ചായത്ത്. ഇവരുടെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്രൂവ് അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട് ഓഫ് ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ട് അപ്രൂവ് ചെയ്യാനായിട്ട് ഇവരാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ആനുവൽ ബഡ്ജറ്റ്, അതുപോലെ അക്കൗണ്ട്സ്, അതുപോലെ ഓഡിറ്റ് റിപ്പോർട്ട്സ് ഓഫ് പ്രീവിയസ് ഇയർ അതൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ വില്ലേജിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ അപ്രൂവ് ചെയ്യുന്നതിനൊക്കെയാണ് ഗ്രാമസഭ ഉപയോഗിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രാമസഭയുടെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഓർഗനാണ്. ഗ്രാമസഭയുടെ എക്സിക്യൂട്ടീവ് ഓർഗനാണ് എന്ത് ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്തുള്ള മെമ്പേഴ്സിനെ elected from the panchayat at constituencies through secret ballot for a period of 5 years. ഈ ഒരു പെർട്ടിക്കുലർ ഗ്രാമപഞ്ചായത്തിലോട്ടേക്ക് എലക്ഷൻ നടക്കുന്നത് പഞ്ചായത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് സീക്രട്ട് ബാലറ്റ് ഉപയോഗിച്ചാണ്. സീക്രട്ട് ബാലറ്റ് ഇലക്ഷൻസ് ആയിരിക്കും നടക്കുന്നത്. 5 വർഷത്തെ ടെന്യൂർ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ഓക്കെ, ദെൻ വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ഗ്രാമപഞ്ചായത്ത് എന്നുള്ളതാണ് നമ്മളിനി നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്. മെയിൻ്റെനൻസ് ഓഫ് ബഡ്ജറ്റ് അക്കൗണ്ട്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കളക്ഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. രജിസ്ട്രേഷൻ ഓഫ് ബർത്ത്, ഡെത്ത്, അതായത് മരണവും അതുപോലെ തന്നെ ജനനവും രജിസ്റ്റർ ചെയ്യുന്നത്, മാരേജ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അതുപോലെ ക്യാറ്റൽസിൻ്റെ റെക്കോർഡ്സ്, ലാൻഡ് മാനേജ്മെൻറ്റ്, ബഡ്ജറ്റ്, ഇതൊക്കെ നോക്കുന്നത് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസുമായിട്ട് റിലേറ്റഡ് ആണ്. ആരുടെ? ഗ്രാമപഞ്ചായത്തിൻ്റെ. ഇനി വരുന്നത് സിവിക് ഫങ്ഷൻസ് ആണ്. റോഡ്സ്, സ്ട്രീറ്റ്സ്, കർവ്ലെറ്റ്സ്, ബ്രിഡ്ജസ്, വെൽസ്, ഡ്രിങ്കിങ് വാട്ടർ സ്കീംസ്, ഡ്രെയിനേജ്, സാനിറ്റേഷൻ, ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഇവരുടെ സിവിക് നീഡ്സ്. പിന്നീട് ഇവർ ഒരുപാട് വെൽഫെയർ അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസും നടത്തുന്നുണ്ട്. അതായത് വുമണിനും യൂത്തിനും ചിൽഡ്രനും ബാക്ക്വേർഡ് ക്ലാസ്സസിനും സ്കൂൾസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വെൽഫെയർ പ്രോഗ്രാംസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ലൈബ്രറീസ്, റീഡിംഗ് റൂംസ്, റിലീഫ് വർക്ക്, ഫ്ലഡിനൊക്കെ റിലീഫ്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ്, ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ അവർ നോക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് പ്രൊമോട്ട്സ് കോപ്പറേറ്റീവ്സ്, കോട്ടേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇനി ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുന്ന ഇൻകം അത് എവിടെ നിന്നാണെന്നാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഇൻകം ഫ്രം ടാക്സേഷൻ. ഏതിൻ്റെയൊക്കെ ടാക്സേഷനാണ്? പ്രോപ്പർട്ടി, പ്രൊഫഷൻ, ആനിമൽസ് ആൻഡ് വെഹിക്കിൾസ്, ലാൻഡ് റവന്യൂ ആൻഡ് ലെവി ടാക്സസ് ഓൺ ഷോപ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്. അതുപോലെ അപ്പോൾ ഏതിനൊക്കെയാണ് ഇവർ മെയിനായിട്ട് ടാക്സ് ഈടാക്കുന്നത്? they take taxes from property, professions, animals, land revenues, restaurants, shops, etc. Then it get grants and aid from the state government. കോൺസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ് എൻ്റെ പാർട്ടായിട്ട് തന്നെ ഇവർക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് എയ്ഡ്സും കിട്ടാറുണ്ട്. ഓക്കെ, മൂവിങ് ഓൺ. ഇനി നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് പഞ്ചായത്ത് രാജിൻ്റെ സെക്കൻഡ് ടയറാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈമറി യൂണിറ്റ്, ഇറ്റ് ഈസ് ദ പ്രൈമറി യൂണിറ്റ് ഫോർ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ലെക്ചറിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ വൈറ്റൽ ലിങ്ക് ബിറ്റ്വീൻ വില്ലേജ് അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ്. വില്ലേജിനെയും ഡിസ്ട്രിക്റ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ആണ് മെയിൻ അജണ്ട. ദെൻ ബ്ലോക്ക് പഞ്ചായത്തിലും ഇലക്റ്റഡ് ബോഡിയാണ്. ഇറ്റ് ഈസ് ദ ഇലക്റ്റഡ് ബോഡി ഫ്രം ദ പീപ്പിൾ ഓഫ് എ താലൂക്ക് ഓർ തഹസിൽ. ഒരു തഹസിൽ അല്ലെങ്കിൽ ഒരു താലൂക്കിലെ എലക്റ്റഡ് ബോഡിയാണ് ഇത്. ആൻഡ് ഇതിൻ്റെ ടെന്യൂർ എന്ന് പറഞ്ഞിരിക്കുന്നതും 5 years ആണ്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വൺ ഈസ് ഡെലിഗേറ്റഡ് ഫങ്ഷൻസ് ഉണ്ട്, സെക്കൻഡ് വൺ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ്. ഇതിൽ ഡെലിഗേറ്റഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സുമായിട്ട് coordinate the policy directives of the state government with regard to development and extension programs. ഡെവലപ്മെൻറ്റിന് അതേപോലെ തന്നെ എക്സ്റ്റൻഷൻ പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാണ് ഇവരുടെ ഒരു ജോലി.
രണ്ടാമത്തേന്ന് പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ് ആണ്. ഇൻ ഓർഡർ ടു പ്ലാൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് പ്രൊഡക്ഷൻ എസ്പെഷ്യലി റിഗാർഡ് ടു അഗ്രികൾച്ചർ, ഇറിഗേഷൻ, കോട്ടേജ് ഇൻഡസ്ട്രി, കോപ്പറേറ്റീവ് സൊസൈറ്റി, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സാനിറ്റേഷൻ, കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ വെൽഫെയർ, ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, പല പല പ്രോഗ്രാംസും പ്ലാൻസും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് റിസീവ്സ് മണി ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. ഇവർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് എയ്ഡ്സ് റിസീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൂവിങ് ഓൺ. ഇനി നമ്മൾ ഡിസ്ട്രിക്റ്റ് പഞ്ചായത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ആൻഡ് ഡിസ്ട്രിക്റ്റ് പഞ്ചായത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും അപ്പെക്സ് ബോഡിയാണ്. ഇത് കോർഡിനേഷനാണ് കൊടുക്കുന്നത്. ഡിസ്ട്രിക്റ്റ് പഞ്ചായത്ത് മെമ്പേഴ്സ് ആർ എലക്റ്റഡ് ബൈ ദ വോട്ടേഴ്സ് ഓഫ് എ ഡിസ്ട്രിക്റ്റ്. ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ വോട്ടേഴ്സാണ് ഈ ഡിസ്ട്രിക്റ്റ് പഞ്ചായത്ത് മെമ്പേഴ്സിനെ എലക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് മെയിനായിട്ടും വരുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിൻ്റെ റവന്യൂ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഈ പേഴ്സൺ ഈ ഒരു ഡിസ്ട്രിക്റ്റ് പഞ്ചായത്തിലോട്ടേക്ക് 30% സീറ്റ്സ് റിസർവ്ഡ് ആണ് ഫോർ വുമൻ. ദെൻ ആൻഡ് ഓൾസോ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആർ സ്പെഷ്യൽ റിസർവേഷൻ. അവർക്കും സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ടായിരിക്കും. പ്രസിഡന്റ് ആൻഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൺവീനേഴ്സ് ആർ എലക്റ്റഡ് ഫ്രം എമോങ് ദ മെമ്പേഴ്സ്. അതിനകത്തുള്ള പ്രസിഡന്റ് അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് എലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സിൽ നിന്നായിരിക്കും ചൂസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻസ് ആർ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഓഫ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ഡിസ്ട്രിക്ട് പഞ്ചായത്തിൻ്റെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻസ്. ആരായിരിക്കും? ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിസ്ട്രിക്ട് പഞ്ചായത്തിൻ്റെ മെമ്പേഴ്സിൻ്റെ ഡിസ്ട്രിക്ട് പഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻസ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, ഡിസ്ട്രിക്ട് ഓഫീസേഴ്സ് ഇൻ ചാർജ് ഓഫ് വേരിയസ് പ്രോഗ്രാംസ് അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ആർ ഇൻവൈറ്റഡ് to the panchayat meetings. The report to the panchayat committee. The panchayat committee meetings are held once in a month. ഇവർക്ക് പഞ്ചായത്ത് കമ്മിറ്റി മീറ്റിംഗ്സ് ഉണ്ടായിരിക്കും, മാസത്തിൽ ഒന്നായിരിക്കും അത് നടത്തുന്നത്. അതിൻ്റെ റിപ്പോർട്ട്സ് ഹെൽഡ് ചെയ്യുന്നുണ്ട് ഇവർ. പഞ്ചായത്ത് കമ്മിറ്റി മീറ്റിംഗ്സ് ആർ ഹെൽഡ് വൺസ് ഇൻ എ മന്ത്. ദർ ഇസ് എ സെക്രട്ടറി ടു ദ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഹു വിൽ ആക്ട് ആസ് എൻ എക്സിക്യൂട്ടീവ് ഓഫീസർ. ഡിസ്ട്രിക്ട് പഞ്ചായത്തിലോട്ടേക്ക് ഒരു സെക്രട്ടറി ഉണ്ട്, അയാളായിരിക്കും എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ആക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡിസ്ട്രിക്ട് പഞ്ചായത്തിനും ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ അഡ്വൈസറി ഫങ്ഷൻസ് ആണുള്ളത്. ഇറ്റ് ഗീവ് അഡ്വൈസ് ടു ദ ഗവൺമെൻറ് റിലേറ്റിംഗ് ടു ദ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ഇൻ എ ഡിസ്ട്രിക്ട്. ഒരു ഡിസ്ട്രിക്റ്റിൽ ഉണ്ടാക്കേണ്ട ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അഡ്വൈസും നൽകുന്നുണ്ട് ഒരു ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് വരുന്നതാണ് ഫിനാൻഷ്യൽ സപ്പോർട്ട്, ബഡ്ജറ്റ്. ഇറ്റ് എക്സാമിൻ ആൻഡ് അപ്രൂവ് ബഡ്ജറ്റ് ഓഫ് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി. പിന്നെ വരുന്നത് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ, മെയിൻ്റനൻസ് ഓഫ് റോഡ്സ്, ബിൽഡ് പാർക്സ്, വാട്ടർ സപ്ലൈ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്നതാണ് വെൽഫെയർ ആക്ടിവിറ്റീസ്. അത് മാർക്കറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ലൈബ്രറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഡിസ്പെൻസറീസ്, ഹെൽത്ത് ഫെസിലിറ്റീസ്, സ്കൂൾസ് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇനി ഡിസ്ട്രിക്ട് പഞ്ചായത്തിന് ലഭിക്കുന്ന ഇൻകം എവിടെ നിന്നൊക്കെ ആയിരിക്കും? ഗവൺമെൻറ്റിൽ നിന്ന് എയ്ഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഫണ്ട്സ് അലോട്ടഡ് ബൈ ദ സ്റ്റേറ്റ് ഫോർ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്, ഷെയർ ഇൻ ലാൻഡ് റവന്യൂ ആൻഡ് അതർ ടാക്സസ് ലൈക്ക് സെസ് പോലെയുള്ള ടാക്സസിൽ നിന്ന് ഷെയർ ലഭിക്കുന്നുണ്ട്. ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫണ്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതല്ലാതെ സ്റ്റേറ്റ് കുറേ ഗ്രാൻഡ്സ് എയ്ഡ് കൊടുക്കുന്നുണ്ട്. അതുവഴി ഡിസ്ട്രിക്ട് പഞ്ചായത്തിന് എമൗണ്ട് ലഭിക്കുന്നുണ്ട്. ഓക്കെ, മൂവിങ് ഓൺ. അർബൻ ലോക്കൽ ഗവൺമെൻറ് ഇൻ ഇന്ത്യ, ദ നഗരപാലിക ആക്ട് ഓഫ് 1992. ഇനി നമ്മൾ നോക്കുന്നത് നഗരപാലിക ആക്ട് ഓഫ് 1992 എന്താണെന്നാണ്. ഇന്ത്യയിൽ 26% കൂടുതൽ പോപ്പുലേഷൻ അർബൻ ഏരിയാസിലാണ് താമസിക്കുന്നത്. ഓക്കെ, 26% പോപ്പുലേഷൻ അർബൻ ഏരിയസിലാണ് താമസിക്കുന്നത്. ഈ ട്രെൻഡ് എന്താണ് കാണിക്കുന്നത്? റാപ്പിഡ് അർബനൈസേഷൻ ആണ്. ആൻഡ് ഇത് ഇന്ത്യയുടെ പല ഭാഗത്തുമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏകദേശം 2500 ടൗൺസ് ഇന്ത്യയിലുണ്ട്. അതിൽ ഓരോ മുനിസിപ്പൽ ടൗണിലും ഓരോ യൂണിറ്റ് അർബൻ ലോക്കൽ ഗവൺമെൻറ് വർക്കിങ്ങിലായിരിക്കും. ഇൻ 1992 കോൺസ്റ്റിറ്റ്യൂഷനിലെ 74th അമെൻമെൻറ്റ് ആക്ട് പാസ് ചെയ്തു ഫോർ റിവാമ്പിംഗ് അർബൻ ലോക്കൽ ഗവൺമെൻറ്. അർബൻ ലോക്കൽ ഗവൺമെൻറ്റിനെ റിവാമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എനാക്ട് ചെയ്തു. ഈ ആക്ട് ലേ ചെയ്തിരുന്നു കുറച്ച് റൂൾസ് റിഗാർഡിംഗ് ഓർഗനൈസേഷൻ, പവേഴ്സ് ആൻഡ് ഫിനാൻസസ് ഓഫ് ദ അർബൻ ലോക്കൽ ഗവൺമെൻറ്.
അർബൻ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉള്ള ഓർഗനൈസേഷനും അവരുടെ പവേഴ്സിനും ഫിനാൻസിനും ഒക്കെ വേണ്ടിയിട്ട് 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പാസ് ചെയ്തു. ഇത് പാർട്ട് 9A ആഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് this amendment added the 18 new articles and a new schedule, that is 12th schedule, 18 articles, and 74th constitutional amendment act is inside the part 9A. Okay. ദെൻ ഈ ഒരു 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പാസ് ചെയ്യുന്നതോടെ എല്ലാ സ്റ്റേറ്റ്സ് എനാക്ട് ചെയ്തു അവരുടെ മുനിസിപ്പൽ ആക്ട്സ്, അതുപോലെ എനാക്ട് ചെയ്ത മുനിസിപ്പൽ ആക്ട്സ് അമെൻഡ് ചെയ്തു. ഈ വർക്ക് വാസ് കംപ്ലീറ്റഡ് ഇൻ 1994 ആൻഡ് അർബൻ ലോക്കൽ ഗവൺമെൻറ്റ്സ് വർ അറേഞ്ച്ഡ് ഇൻ എ ന്യൂ പാറ്റേൺ. അർബൻ ലോക്കൽ ഗവൺമെൻറ്റ്സ് പിന്നീട് അറേഞ്ച്ഡായി. ഓക്കെ. അപ്പോൾ എന്താണ്, 26% ഇന്ത്യയുടെ പോപ്പുലേഷൻ ജീവിക്കുന്നത് അർബൻ ഏരിയസിലാണ്. സോ ഒരു അർബൻ ഡെവലപ്മെൻറ്റ് വളരെയധികം അത്യാവശ്യമാണ്. അങ്ങനെയാണ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പാസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത് ഓർഗനൈസേഷൻ പവേഴ്സ് ആൻഡ് ഫിനാൻസസ് അർബൻ ലോക്കൽ ഗവൺമെൻറ്റിനും കൂടി കൊടുക്കുകയാണ്. പാർട്ട് 9A ഇത് വരുന്നത്. 18 ആർട്ടിക്കിൾസ് ആണുള്ളത്. 12th ഷെഡ്യൂളിലാണ് ഇത് ജോയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ആക്ട് മുനിസിപ്പൽ ആക്ട്സിനെയൊക്കെ എമെൻഡ് ചെയ്തു. ആൻഡ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് 1994 ഓക്കെ. മൂവിങ് ഓൺ. Powers, authority and responsibilities of municipalities, 12th schedule. Urban planning including town planning, regulation of land use and construction of buildings, plan of economic social development, roads, bridges, etc. has been done. ഇറ്റ്സ് മെയിൻലി ഫോർ ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ കൊമേഴ്ഷ്യൽ പർപ്പസ്. അങ്ങനെ പല പല പ്രൊവിഷൻസ് ആണ് ഈ ഒരു സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. അവർ ഏതൊക്കെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്, അതുപോലെ പാവപ്പെട്ട മനുഷ്യർ അല്ലെങ്കിൽ വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ള ജനങ്ങളുടെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഈ ചേരികളിലൊക്കെ താമസിക്കുന്നവരുടെ അപ്ഗ്രഡേഷൻ, അവരുടെ ഇംപ്രൂവ്മെൻറ്റ്, പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ്, ഒരുപാട് അമ്യൂണിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നതിന്, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എതേസ്റ്റിക് ആയിട്ടുള്ള ആസ്പെക്ട്സ് പ്രൊമോട്ട് ചെയ്യുന്നതിന്, കാറ്റിൽ പോൺസ്, പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റി ടു ആനിമൽസ്, വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻക്ലൂഡിങ് രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ഡെത്ത്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഈ ഒരു ആക്ട് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. So I think you are clear with the session. If you have any doubts, it's a long section. So if you have any doubts, please kindly comment, okay? Moving on further. Salient features of urban local government ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി. ഓക്കെ. ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വില്ലേജ് റൂറൽ ഏരിയയിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ അർബൻ ഏരിയയിലോട്ടേക്ക് മാറുകയാണ് കേട്ടോ. ഓക്കെ. The following are the salient features of urban local government after passing the 74th Amendment Act. Constitution of 3 types ഓഫ് മുനിസിപ്പാലിറ്റീസ്. 3 ടൈപ്പ് മുനിസിപ്പാലിറ്റീസ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നഗരപഞ്ചായത്ത് ഫോർ ഫാസ്റ്റ് അർബനൈസിങ് റൂറൽ ഏരിയാസ്, മുനിസിപ്പൽ കൗൺസിൽസ് ഫോർ സ്മോൾ അർബൻ ഏരിയാസ്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഫോർ ലാർജ് അർബൻ ഏരിയാസ്. അപ്പോൾ ഇതൊക്കെയാണ് നഗരപഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽസ്, മുനിസിപ്പൽ കോർപ്പറേഷൻ. നഗരപഞ്ചായത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫാസ്റ്റ് ഗ്രോയിങ് അർബൻ ഏരിയാസിന് വേണ്ടിയിട്ടാണ്. മുനിസിപ്പൽ കൗൺസിൽ സ്മോളർ അർബൻ ഏരിയാസിന് വേണ്ടിയിട്ട്. മുനിസിപ്പൽ കോർപ്പറേഷൻ ലാർജർ അർബൻ ഏരിയാസിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റീസിൻ്റെ ഓപ്പറേഷൻ ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് 5 ഇയർ ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷണർ, അപ്പോയിൻമെൻറ്റ് ഓഫ് ആൻ ഇലക്ഷൻ കമ്മീഷൻ ഇൻ ഈച്ച് സ്റ്റേറ്റ് ഫോർ കണ്ടക്ടിങ് ലോക്കൽ ഇലക്ഷൻസ് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ലോക്കൽ ഗവൺമെൻറ്റ്സ്. ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ട് ഓരോ സ്റ്റേറ്റിലും ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തു. അതേപോലെ തന്നെ ലോക്കൽ ഗവൺമെൻറ്റ്സിന് വേണ്ടിയിട്ട് തന്നെ ഫിനാൻസ് കമ്മീഷൻ ഡെവലപ്പ് ചെയ്തു. അതേപോലെ തന്നെ ഓരോ സ്റ്റേറ്റിനും മെട്രോപൊളിറ്റൻ ആൻഡ് ഡിസ്ട്രിക്റ്റ് പ്ലാനിംഗ് കമ്മിറ്റീസ് ഡെവലപ്പ് ചെയ്തു. എന്താണ് മെട്രോപൊളിറ്റൻ ആൻഡ് ഡിസ്ട്രിക്റ്റ് പ്ലാനിംഗ് കമ്മിറ്റീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സീറ്റ്സ് ഫോർ SC ST OBC ഈസ് റിസർവ്ഡ് ആൻഡ് പ്രൊവിഷൻ ഓഫ് റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ പബ്ലിക് ഓഫീസസ് ഫോർ SC ST OBC വുമൻ, അവർക്ക് വേണ്ടിയിട്ട് പബ്ലിക് ഓഫീസിൽ അതേപോലെ തന്നെ റിസർവേഷൻ ഓഫ് ഈ സീറ്റ്സ് ഒക്കെ റിസർവ് ചെയ്തിരിക്കുന്ന മെയിനായിട്ട് ഷെഡ്യൂൾ കാസ്റ്റിന്, ഷെഡ്യൂൾ ട്രൈബ്സിന്, വുമണിനും OBC ആണ്. അതേപോലെ തന്നെ മെട്രോപൊളിറ്റൻ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റീസ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. ഫിനാൻസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇവർക്ക് വേണ്ടിയിട്ടുണ്ട്. സോ അങ്ങനെ പല പ്രൊവിഷൻസും അർബൻ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ വേണ്ടിയിട്ടുള്ള സാലിയൻ ഫീച്ചേഴ്സാണ്. മൂവിങ് ഓൺ. ഇനി നമ്മൾ നോക്കുന്നത് മുനിസിപ്പൽ കോർപ്പറേഷൻ എന്താണെന്നാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് ഫോർ ലാർജർ അർബൻ ഏരിയാസ്. ഓക്കെ. മുനിസിപ്പൽ കോർപ്പറേഷൻ is the highest local government institution in urban area. ഓക്കെ. അർബൻ ഏരിയയിലെ ലാർജസ്റ്റ്
ലോക്കൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഈച്ച് municipal corporation is set up by an act passed by the concerned state legislature. ഏത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണോ കൺസേൺഡ് ആയിരിക്കുന്നത് അവരാണ് ഓരോ മുനിസിപ്പൽ കോർപ്പറേഷനും സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈച്ച് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇൻക്ലൂഡ്സ് ഡയറക്ട്ലി എലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സും ഉണ്ടായിരിക്കും, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡയറക്ട്ലി എലക്റ്റഡ് ആയിട്ടുള്ളവരുണ്ടായിരിക്കും, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലുള്ള മെമ്പേഴ്സും ഉണ്ടായിരിക്കും. ആൻഡ് ഈ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ത്രൂ ദ ആക്ട് പാസ്ഡ് ബൈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഓക്കെ, ഇനി ചില സീറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ബാക്ക്വേർഡ് ക്ലാസ്സസിന് വുമണിന് വേണ്ടിയിട്ട് റിസർവ്ഡ് ആയിരിക്കും. മുനിസിപ്പൽ കോർപ്പറേഷന് ടേം എന്ന് പറഞ്ഞിരിക്കുന്നത് 5 വർഷമാണ് ഉള്ളത്. ഇനി മേയർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവരും അവിടെയുള്ള ആ കൗൺസിലേഴ്സിൽ നിന്നുമായിരിക്കും എലക്റ്റഡ് ആവുന്നത്. മേയർ ആൻഡ് ഡെപ്യൂട്ടി മേയർ വെയർ എലക്റ്റഡ് ഫ്രം ദ കൗൺസിലേഴ്സ്. ഇനി ദ മെയിൻ റെസ്പോൺസിബിലിറ്റി ഈസ് ടു റൺ അഡ്മിനിസ്ട്രേഷൻ which is vested in the executive officer, that is the commissioner who is appointed by the governor. ഇനി the main responsibility to run administration, ഈ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ അഡ്മിനിസ്ട്രേഷൻ വളരെ ഫലപ്രദമായ രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള പരിപൂർണ ഉത്തരവാദിത്തം ഗവർണർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന കമ്മീഷണർക്കായിരിക്കും ഉണ്ടാവുക. മുനിസിപ്പൽ കോർപ്പറേഷൻ ഈസ് ഓതറൈസ്ഡ് ബൈ എ ലോ ബൈ ദ ലെജിസ്ലേച്ചർ ടു അഡ്മിനിസ്റ്റർ ദ സബ്ജക്ട്സ് ഇൻക്ലൂഡിംഗ് 12th ഷെഡ്യൂൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു മുനിസിപ്പൽ കോർപ്പറേഷനൊക്കെ വരുന്നത് 12th ഷെഡ്യൂളാണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സബ്ജക്ട്സിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് മുനിസിപ്പൽ കോർപ്പറേഷന് വേണ്ടിയിട്ട് ലെജിസ്ലേച്ചർ ലോ പാസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവർക്ക് കിട്ടുന്ന ഇൻകവും ടാക്സസും ഗ്രാൻസും ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇൻകം, ലോൺസ് ഫ്രം അതർ സോഴ്സസ്. ദെൻ ഇനി സ്റ്റേറ്റ് ഒരു ഫിനാൻസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന് അതിൻ്റേതായിട്ടുള്ള റൂൾസ് ഉണ്ട്. ഫോർ എസ്റ്റാബ്ലിഷിംഗ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് സ്റ്റേറ്റ് ഗവൺമെൻറ് മുനിസിപ്പൽ കോർപ്പറേഷനും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു റൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഫിനാൻസ് കമ്മീഷന്. Then the number and the nature of the taxes which a municipal corporation can levy and the amount of grants which a state has to provide is stated. The objective is to ensure financial autonomy to the corporation. കോർപ്പറേഷന് ഫിനാൻഷ്യൽ ഓട്ടോണമി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ മെയിനായിട്ടും ചെയ്യുന്നത്. മേയർ അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ ഉണ്ടായിരിക്കും. ഇവർ കൗൺസിലേഴ്സിൽ നിന്നായിരിക്കും എലക്റ്റഡ് ആവുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് മെയിനായിട്ടും ഗവർണർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന കമ്മീഷണറിനായിരിക്കും ഉണ്ടായിരിക്കുക. ഫിനാൻസ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്കും ലോൺസും ഗ്രാൻസും ഒക്കെ കിട്ടുന്നത് വഴിയാണ് ഇവർക്കും ഇൻകം കിട്ടുന്നത്. ഓക്കെ, ഇവർക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഓട്ടോണമി അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ഫർദർ മൂവിങ്, ഇനി വരുന്നത് നഗരപഞ്ചായത്താണ്. നഗരപഞ്ചായത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് മെയിൻലി ക്രിയേറ്റഡ് ഫോർ ട്രാൻസിഷണൽ ഏരിയാസ്, ദാറ്റ് ഈസ് ഏരിയാസ് വെയർ ദർ ഇസ് ഫാസ്റ്റ് ചേഞ്ചിങ് ഫ്രം റൂറൽ ടു അർബൻ. അർബൻ ഏരിയ അല്ലെങ്കിൽ നാഗരികതയിലേക്ക് വളരെ വേഗത്തിൽ മൂവ് ചെയ്തിരിക്കുന്ന അർബൻ ഏരിയാസിന് വേണ്ടിയിട്ടുള്ളതാണ് നഗരപഞ്ചായത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് പല ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പോപ്പുലേഷൻ, റവന്യൂ ജനറേറ്റഡ്, പെർസെൻറ്റേജ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, എക്കണോമിക് ഇമ്പോർട്ടൻസ്, ഇതൊക്കെ നോക്കിയിട്ടാണ് നഗരപഞ്ചായത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റിന് നമ്മൾ അപ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇനി നഗരപഞ്ചായത്തിൻ്റെ സ്ട്രെങ്തിനെ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാൻ ഡിസൈഡ് ദി സ്ട്രെങ്ത് ഓഫ് നഗരപഞ്ചായത്ത്. ഇനി ഇതിനകത്തുള്ള മെമ്പേഴ്സിനെ എല്ലാം പീപ്പിൾ തന്നെയാണ് എലക്ട് ചെയ്തിരിക്കുന്നത്. 5 വർഷത്തെ ടെന്യൂറാണ് അവർക്ക് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവരെ കൂടാതെ MLA ഓഫ് ദ ഏരിയ, ആ ഏരിയയിലെ MLA എന്ന് പറഞ്ഞിരിക്കുന്നത് നഗരപഞ്ചായത്തിൻ്റെ എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിരിക്കും. ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ MLA എന്ന് പറഞ്ഞിരിക്കുന്നത് നഗരപഞ്ചായത്തിൻ്റെ എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ ഇവർക്കും റിസർവേഷൻ ഉണ്ട് ബാക്ക്വേർഡ് ക്ലാസ്സസിനും വിമണിനും വേണ്ടിയിട്ട്. ഓക്കെ, മൂവിങ് ഓൺ ഫർദർ. മുനിസിപ്പൽ കൗൺസിൽ. മുനിസിപ്പൽ കൗൺസിൽ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് പോപ്പുലർലി ആൻഡ് വൈഡ്ലി യൂസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ അർബൻ ലോക്കൽ ഗവൺമെൻറ്. ഇനി മുനിസിപ്പൽ കൗൺസിലോട്ടേക്കുള്ള മെമ്പർഷിപ്പ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മുനിസിപ്പൽ കൗൺസിലോട്ടേക്ക് ഉള്ള മെമ്പർഷിപ്പ് ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്. അതുപോലെ തന്നെ ഇതിനും എലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ MLAസും ഉണ്ട് ആ പെർട്ടിക്കുലർ ഏരിയ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെയും സീറ്റ്സ് റിസർവ്ഡ് ആണ്, ടെന്യൂർ 5 years ആണ്. ഇനി അതുപോലെ തന്നെ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ആർ എലക്റ്റഡ് ഫ്രം എമോങ് ദി മെമ്പേഴ്സ്. ഈ മെമ്പേഴ്സിൽ നിന്ന് തന്നെയാണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും എലക്ട് ചെയ്യുന്നത്. ദെൻ
The executive officer appointed by the government has the responsibility to implement the decisions of the council. ഇനി ഈ കൗൺസിൽ എടുക്കുന്ന തീരുമാനങ്ങളെ ഇംപ്ലിമെന്റ് ചെയ്യുവാനുള്ള അധികാരം ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറിനായിരിക്കും ഉണ്ടാവുക. ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറിനായിരിക്കും ഈ കൗൺസിലിൽ അകത്ത് തീരുമാനിച്ചിരിക്കുന്ന ഡിസിഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുവാനുള്ള കപ്പാസിറ്റി. ഇനി ഇവിടെ മെയിൻ ആയിട്ടുള്ള ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത് ടാക്സ്, ഗ്രാൻഡ്സ്, ലോൺസ്, പ്രോപ്പർട്ടി, ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ. ദെൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇവർക്ക് ഫിനാൻസ് കമ്മീഷനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻകം എങ്ങനെയൊക്കെയാണ് ഈ ടാക്സസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും മുനിസിപ്പൽ കൗൺസിൽസിനും ഒക്കെ വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഫ്രം വേരിയസ് ടാക്സസ്, അത് നോക്കുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇൻ ഓർഡർ ടു ഫോർമുലേറ്റ് റൂൾസ് റിലേറ്റിംഗ് ടു ടാക്സസ് ആൻഡ് ടു റെക്കമെൻഡ് പ്രോപ്പർ ആക്ഷൻസ് ഫോർ ഇംപ്രൂവിങ് ഫിനാൻഷ്യൽ പൊസിഷൻ. മുനിസിപ്പൽ കൗൺസിൽസിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് പ്രധാനമായിട്ടും ഈ ഒരു ടാക്സസിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ വളരെ അത്യാവശ്യമാണ്. സോ അതിനൊക്കെ വേണ്ടിയിട്ട് ഫിനാൻസ് കമ്മീഷനെയും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. മൂവിങ് ഓൺ, ദ ലിമിറ്റേഷൻസ് ഓഫ് അർബൻ ലോക്കൽ ഗവൺമെൻറ്. Even though the 74th Amendment has given sufficient autonomy to the urban local government, they are not completely free from government control. ഗവൺമെൻറ് കൺട്രോളിൽ നിന്ന് ഈവൻ ദോ ഇങ്ങനത്തെ ഓട്ടോണമിയും അല്ലെങ്കിൽ പവറൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് കൺട്രോളിൽ നിന്ന് അവർ കംപ്ലീറ്റ്ലി ഫ്രീ അല്ല. അതുകൊണ്ട് തന്നെ ദേ ഹാവ് ടു വർക്ക് വിത്തിൻ ലിമിറ്റ്സ് പ്രിസ്ക്രൈബ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ലിമിറ്റിൽ നിന്ന് മാത്രമാണ് ഇവർക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇവരുടെ മേൽ കൺട്രോൾ ചെയ്തിരിക്കുന്ന പല രീതിക്കാണ് കൺട്രോൾ ചെയ്തിരിക്കുന്നത്. സോ ആ ഏതൊക്കെ രീതികളാണ് എന്നുള്ളതാണ് നോക്കുന്നത് നമ്മൾ. ഫസ്റ്റ് വൺ ഈസ് ലെജിസ്ലേറ്റീവ് കൺട്രോൾ. ഇനി അർബൻ ലോക്കൽ ഗവൺമെൻറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് സെറ്റപ്പ് ആയിരിക്കുന്നത് ലെജിസ്ലേച്ചർ നിർമ്മിച്ചിരിക്കുന്ന ലോസ് യൂസ് ചെയ്തിട്ടാണ്, അല്ലേ? സോ ഗവൺമെൻറ് ക്യാൻ ചേഞ്ച് ദ ഓർഗനൈസേഷൻ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ത്രൂ ദ ലോസ് പാസ്ഡ് ബൈ ലെജിസ്ലേച്ചർ. സോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ലോ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ പവേഴ്സ് നഷ്ടപ്പെടാം. സോ ലെജിസ്ലേറ്റീവ് കൺട്രോൾ ഇവരുടെ ഒരു ലിമിറ്റേഷനാണ്. പിന്നെ വരുന്നതാണ് ഫിനാൻഷ്യൽ കൺട്രോൾ. അർബൻ ലോക്കൽ ഗവൺമെൻറ്റ്സിൻ്റെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നിരിക്കുന്നതും ചെക്ക് ചെയ്യുന്നതും ഒക്കെ ഗവൺമെൻറ് അപ്രൂവലോട് കൂടിയാണ്. അതുപോലെ തന്നെ റേസിംഗ് ലോൺസ് ഗവൺമെൻറ് ക്യാൻ എക്സസൈസ് ഫിനാൻഷ്യൽ കൺട്രോൾ ഓവർ ദം. അതിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് ഓഫീഷ്യൽസ് കൺട്രോൾ ചെയ്യുന്നു. അതേപോലെ ഇപ്പം ഇതുണ്ടോ, എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ഉണ്ട് പല ഇതിലും, നഗരപഞ്ചായത്തിലായിക്കോട്ടെ, അതേപോലെ മുനിസിപ്പൽ കോർപ്പറേഷനിലായിക്കോട്ടെ, മുനിസിപ്പൽ കൗൺസിൽസിലായിക്കോട്ടെ, ഇവിടെയൊക്കെ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ഉണ്ട്. സോ അവർ ഈ അർബൻ ലോക്കൽ ഗവൺമെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് പവർ ടു ഡിസ്മിസ് ദ അർബൻ ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് അവരുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നതിന് അത്ര കോമ്പീറ്റൻ്റ് അല്ല, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫെയിലിയർ ആവുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് അതിനെ ഡിസ്മിസ് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. ഈവൻ ബിഫോർ ദ എക്സ്പയറി ഓഫ് ദെയർ ടൈം. 5 വർഷമാണ് അവരുടെ ടെന്യൂർ എങ്കിൽ അതിന് മുൻപേ ഇവരെ പിരിച്ചുവിടുവാനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട്. സോ അർബൻ ലോക്കൽ ഗവൺമെൻറ്റിനെ ഡിസ്മിസ് ചെയ്യാനുള്ള ഒരു അധികാരം. സോ ഇവർക്ക് കംപ്ലീറ്റ് ഓട്ടോണമി ഇല്ല എന്ന് തന്നെയാണ് ഇത് തെളിയിക്കുന്നത്. ദെൻ ദ ഫിഫ്ത്ത് വൺ ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. ഗവൺമെൻറ് ക്യാൻ സീക്ക് എനി റിപ്പോർട്ട്, റെക്കോർഡ് ഓർ ഇൻഫർമേഷൻ ഫ്രം ദ മുനിസിപ്പൽ കൗൺസിൽ, അതുപോലെ തന്നെ കോർപ്പറേഷൻ. ആൻഡ് അതുപോലെ തന്നെ ഇതിന് ഈ ഗവൺമെൻറ്റിന് തന്നെ ഈ ലോസ് എല്ലാം അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓഫീസേഴ്സിനെ നിയമിക്കുകയും ചെയ്യാം ഇൻ ദ മുനിസിപ്പൽ കൗൺസിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇൻ ഓർഡർ ടു ഒബ്റ്റെയിൻ സാങ്ഷൻ ഫ്രം ദ ഗവൺമെൻറ്. ഈ ഒരു നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, മുനിസിപ്പൽ കൗൺസിൽ തീരുമാനിക്കുന്ന ഡിസിഷൻസ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറാണ്, അല്ലേ? അപ്പോൾ അവർ എല്ലാം ഗവൺമെൻറ്, ആ മെയിൻ ഗവൺമെൻറ് തന്നെയാണ് ഈ അർബൻ ലോക്കൽ ഗവൺമെൻറ്റിനെയും കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആണ് ഇതിൽ നിന്നും. സോ ഐ ഹോപ്പ് ലിമിറ്റേഷൻസ്, അതുപോലെ തന്നെ 3 അർബൻ ലോക്കൽ ഗവൺമെൻറ് ടയേഴ്സ്, പിന്നെ വില്ലേജിൻ്റെ ലെവൽസ്, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് എ ഹോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന്. ഇതോടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആവുകയാണ്. സോ എന്തെങ്കിലും ഡൗട്ടോ ക്വയറീസോ ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എൻജോയ് ലേണിംഗ് ആൻഡ് ഗോഡ് ബ്ലെസ്.